അയല ബിരിയാണിയുടെ റെസിപ്പി പോലെ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. പക്ഷേ എനിക്ക് മ്യൂസിക് ഇട്ട് ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് വന്നിരുന്നു, അയ്യേ ആ ബിരിയാണി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മീനിൽ പുരട്ടാനുള്ള മസാലയുടെ കൂട്ട് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കാണിക്കാം കേട്ടോ. ശരിക്കും ഞാനിത് കുറച്ച് ദിവസത്തേക്കുള്ള മസാല അരച്ച് വെക്കണതാണ്. പിന്നെ എനിക്ക് കണക്ക് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മനക്കണക്ക് അല്ലെങ്കിൽ കമ്മതി കണക്ക് എന്ന് പറയുമ്പോഴത്തെ ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഗരം മസാലയുടെ കൂട്ടുകളില്ലേ, അങ്ങനത്തെ സാധനമൊക്കെ വേണി വറുത്തിട്ടില്ലേ ചേർത്തിട്ട് കരയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വേറെ ടേസ്റ്റൊക്കെ കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ വെറൈറ്റി റെസിപ്പീസൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം നന്നായതുകൊണ്ട് കമൻറ്റ് ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ അതിനകത്ത് ചേർത്ത് നാരങ്ങ നീരുണ്ടല്ലോ, അതിന് പകരം വേണമെങ്കിൽ തൈരോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ചേർക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു പുളിയുള്ള സാധനം ചേർക്കുന്നത് നല്ലതാണ്. ഈ മീനൊക്കെ പൊരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉണങ്ങി പോവാതെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ബിരിയാണിയുടെ അരി ചെറിയ അരിയാണ് കേട്ടോ എനിക്കിവിടെ എപ്പോഴും ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. അപ്പോൾ നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രമൊക്കെ എപ്പോഴും നല്ല പാത്രങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് പൊരിക്കുമ്പോൾ മീനിന് ടേസ്റ്റും കിട്ടും, മീൻ മറിക്കാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ ഈ മീനിൻ്റെ മസാല തേച്ചിട്ട് നമുക്ക് സമയമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ വെച്ച്, നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് എത്ര കയ്യും തല ഉണ്ടായാലല്ലേ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കാന്താരിമുളകാണ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. പച്ചമുളക് വാങ്ങാറേ ഇല്ല കേട്ടോ. ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പിന് 4.5 കപ്പ് വെള്ളം എടുത്തു. എനിക്ക് കുറച്ച് സോഫ്റ്റ് പഞ്ഞി പോലത്തെ ബിരിയാണി ചോറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് കൂടുതൽ വെക്കും. കുക്കറിലാണെങ്കിൽ അത്രയും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ട് ചൂടായപ്പോഴത്തേക്കും നെയ്യിട്ട് സാധാരണ പോലെ മസാല ഇട്ട് പിന്നെ കുറച്ച് സവാള ഇത്തിരി കറിവേപ്പില ഞാൻ ബിരിയാണി ചോറിനാണെങ്കിലും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവിക്കുള്ള സവാളയൊക്കെ അത്യാവശ്യം വഴന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് സാധാരണ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്ര ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട്. വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മസാല വരുമ്പോൾ ഈ തമിഴ്നാട് ബിരിയാണി പോലെ ആയിപ്പോൾ. അപ്പോൾ കഴുകി വെള്ളം കളയാൻ വെച്ചേർന്ന അരിനെ നമ്മുടെ ആ മസാലക്കൂട്ടിലോട്ടിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തിളങ്ങി നിൽക്കുന്ന ആ ഒരു മഞ്ഞ കളർ കാണുമ്പോൾ ചോറിനൊരു വല്ലാത്ത രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്, അത് ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ മീൻ ബിരിയാണി ആയതുകൊണ്ട് കൂടുതൽ തക്കാളി ഇടണം കേട്ടോ. ഞാൻ 2 തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ മസാല തക്കാളിനെ അടച്ച് വെച്ച് നന്നായിട്ട് വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്രൈ ആക്കി വെച്ച് മീനിൻ്റെ എടുത്ത് അടുക്കി വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അടി പിടിക്കാതെ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേവറൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവുകൾ. പിന്നെ ബിരിയാണി അരിയുടെ വെള്ളമൊക്കെ പറ്റി വന്നപ്പോൾ അത് തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ മുന്തിരി വറുത്തെടുക്കണമല്ലോ, ഈ വറുത്തെടുക്കുന്ന പരിപാടി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ടൊന്ന് ഇങ്ങനെ മാറ്റി പിടിച്ച് കിളക്കി കഴിഞ്ഞാൽ സത്യത്തിൽ ആയി വന്നോളൂ കേട്ടോ. അടുപ്പത്ത് വെച്ച് കരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ ചോറിൻ്റെ കുറച്ച് ഭാഗം ഞാനങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതെന്നുവെച്ചാൽ ദമ്മ് പോലെ ഒരു തട്ടിക്കൂട്ട് ദമ്മ് പോലെ ഇടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ വറുത്ത മീനിനെയും മസാലയൊക്കെ കൂടിയിട്ട് ഒരൊറ്റ ലെയറായിട്ട് അങ്ങ് ഇടാനുള്ളതുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാട്ടെ, നമ്മുടെ അയല ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ഈ അയല ബിരിയാണിയോ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ വെറുതെ പറയുകയല്ല, ശരിക്കും ഒരു ഫിഷ് ബിരിയാണി കഴിച്ചൊരു ടേസ്റ്റാണ്, അല്ലാതെ അയലയുടെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ. പിന്നെ അയല ഇഷ്ടമില്ലാത്തവർക്ക് അയല കൂട്ടണ്ടെന്നുള്ളൂ. ഇവിടുത്തെ കൊച്ച് മീനൊന്നും കൂട്ടിയില്ല, മീനിൻ്റെ മണവും ടേസ്റ്റും ഒന്നും ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. എന്നിട്ട് പോലെ ഈ മസാല കൂട്ടിയിട്ട് ചോറുണ്ടു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവൾ കഴിക്കുമോ എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഈ ബിരിയാണിയുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ഒരു അലങ്കരിക്കലാണ് കേട്ടോ. ഇതൊരു ഭംഗിയാലേ. അടുപ്പ് കത്തിച്ച് തട്ടും വെച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ പോട്ടും വെച്ചു കൊടുത്ത് കുറച്ച് നേരം, അതായത് നമ്മുടെ ഈ മൂടിയുടെ അവിടം വരെ ഒന്ന് നന്നായിട്ട് ഈ ചോറൊക്കെ ഒന്ന് ചൂട് കയറുന്നത് ഒരു വച്ചു കൊടുത്ത് തീയൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ചായിരുന്നു. നമ്മൾ കഴിക്കുന്ന സമയമായപ്പോൾ വിളമ്പി. ഇവിടെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആരൊക്കെയോ വന്നതുകൊണ്ട് ചൂടൊക്കെ അങ്ങ് പോയിട്ട് ആവിയൊന്നും പറക്കണ ബിരിയാണി അല്ലെന്ന് മാത്രം.